വെൽക്കം ടു കൊല്ലം. കഴിഞ്ഞ നമ്മുടെ വ്ളോഗിൽ പറഞ്ഞു കൊല്ലത്താണ് ഞങ്ങൾ. ഇവിടെ നിന്ന് നമ്മൾ ബോട്ടിങ്ങിന് പോവുകയാണ്. ഇവിടെ ഇറങ്ങിയവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയവിടെ ഒരു ചേട്ടൻ വന്നിട്ട് ബോട്ടിങ് കാണും, ബാ മക്കളെ എന്ന് പറഞ്ഞു. എന്നാൽ ശരി ചേട്ടാ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോൾ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് എൻ്റെ ബൂസ്റ്റ് കുടിച്ച് കഴിയാൻ. എത്രയും നമുക്ക് ഇത്ര കിട്ടിയ ബൂസ്റ്റ് കുടിച്ച് ശീലമായിട്ട് ഇവിടെ എത്ര ബൂസ്റ്റ്, ഒരു ഗ്ലാസ് ഫുൾ ബൂസ്റ്റ് തീരണ്ടേ, നല്ല പാലും. സോ ഞങ്ങളിപ്പോൾ സമയം 6:30 ആയിട്ടുള്ളൂ കേട്ടോ. വെളിച്ചം വന്നു, പക്ഷെ നമ്മൾ ഫസ്റ്റ് തിങ് രാവിലെ തന്നെ ബോട്ടിങ് തീർക്കാന്നുള്ളതായിരുന്നു പ്ലാൻ. കാരണം വെയിലത്ത് പോകാൻ പറ്റില്ല, 2 മണിക്കൂർ ബോട്ടിംഗ് ആണ്. അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിന് പോവാണ്. ഞാനൊരു ധൈര്യത്തിന്റെ പുറത്ത് ബോട്ടിലൊക്കെ കയറിയിരിക്കണ്ടേ. ചേട്ടനാണ് എന്റെ ധൈര്യം. ഞാൻ കഴിച്ച ബൂസ്റ്റ് ഒക്കെ ഓൾറെഡി കഴിച്ചു പേടിച്ചിട്ട്. എനിക്ക് പേടിയാ. എനിക്ക് വിസിലില്ല. അതാ എനിക്ക് വിസിലില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കയറി. ഷായത് മറ്റേ ഫോട്ടോഗ്രാഫറായി മാറി. ബട്ട് ദിസ് ഈസ് വെരി പ്രിറ്റി. പക്ഷെ എനിക്ക് നല്ല പേടിയുണ്ട്. നീ ആടണ്ടോ? ഞാൻ ആടല്ല ചേട്ടാ, വണ്ടി ആട്ടണ്ട. ഒരു പാലത്തിന്റെ അടിയിലൂടെ പോവുകയാണ് ഗായ്സ്. അയ്യോ ചേട്ടാ, ഇവിടെ വെള്ളപ്പൊക്ക സമയത്ത് വെള്ളം വന്നിരുന്നോ? ഇവിടെ അത്രേ ഉള്ളൂ അല്ലേ? ഓ ശരി. അപ്പൊ ഇവിടെ വെള്ളം വരുന്ന സമയത്ത് ഇവിടെ കരയിലൊരു 1 അടി വെള്ളം വരും, അത്രേ ഉള്ളൂ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ദിസ് ഈസ് എ വെരി ഗുഡ് പ്ലേസ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ എൻ്റെ ഇരിപ്പും ഭാവമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ ഫുൾ ട്രിപ്പ് മോഡ് ഓൺ ആണെന്ന്. സത്യം പറഞ്ഞാൽ പേടിച്ചിട്ട് അനങ്ങാൻ വയ്യാതെ ഇരുന്ന സ്ഥലത്ത് നിന്ന് എത്ര നേരം അനങ്ങിയിട്ടില്ല. ഷായത് ഫുൾ ജാട പാർട്ടിയായിട്ട് ഭയങ്കര ധൈര്യമാണെന്ന് കാണിക്കാൻ മുന്നിൽ പോയിരിക്കുന്നുണ്ട്. ഹായ്, എങ്ങനെയുണ്ട്? അയ്യോ, നമ്മളിപ്പോ തല തട്ടും. അപ്പോൾ നമ്മൾ കുനിഞ്ഞിരിക്കണം, ഇല്ലെങ്കിൽ തല തട്ടും. ഓ നൈസ്. ഇത് കഴിഞ്ഞു. കണ്ടോ മരങ്ങളൊക്കെ നമ്മുടെ തൊട്ട് മേലെ. അയ്യോ. സോ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും കോഷ്യസ് ആയിട്ട് ഇരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നോക്കിയിരുന്നു പറഞ്ഞാൽ നമ്മുടെ തല പോണ വഴി അറിയില്ല. നമ്മൾ മുന്നിൽ നോക്കിയിട്ടിരിക്കണം. അതാ മഴ, ബ്യൂട്ടിഫുൾ. നല്ല അടിപൊളി മഴ പെയ്യാണ് ഗൈസ്. അടിപൊളിയല്ല, ചെറിയ മഴ പെയ്യുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടുത്തെ വേറൊരു പ്രത്യേകത, ഈ മരങ്ങളൊക്കെ വെള്ളത്തിൻ്റെ ഉള്ളിൽ മുങ്ങിയാണ് കിടക്കുന്നത്. ഫോർ എക്സാമ്പിൾ കേട്ടോ, കണ്ടോ? അയ്യോ കണ്ടോ, നമുക്കങ്ങനെ തൊട്ടും തലോടിയൊക്കെ പോവാം. കണ്ടോ, മരം വളരുന്നത് വെള്ളത്തിലാണ്. ഐ ഡോണ്ട് നോ ദ സയൻസ് ബിഹൈൻഡ് ദാറ്റ്. പക്ഷേ ദിസ് ഈസ് എ വെരി നൈസ് പരിപാടി. നല്ലൊരു എക്സസൈസാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുനി മറ്റേതിങ്ങനെ നിവർന്നിങ്ങനെ ഇരിക്കുകയല്ലേ. ഇത് ഓരോ 10 സെക്കൻഡ് കൂടുമ്പോൾ നമ്മൾ കുനിയുന്നുണ്ട്. പിന്നെ പോകെ നമ്മൾ ഈ യോഗ പോസൊക്കെ പോലെ ആദ്യം ഇത്ര, പിന്നെ ഇത്ര. ഇപ്പം ഏകദേശം ഫ്ലാറ്റ് ആയിട്ടാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് അതർ ദാൻ ദാറ്റ് ഇറ്റ്സ് വെരി നൈസ്. സോ ഞാനിപ്പോൾ പഠിച്ചൊരു കാര്യമാണ്, രഘുചേട്ടൻ പറഞ്ഞതെന്നാണ്. നമ്മളിവിടെ നീർക്കാക്ക എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നീർക്കാക്ക ഈസ് ലൈക്ക് നമ്മുടെ കാക്ക പോലെ തന്നെ ഉണ്ട് കാണാൻ, പക്ഷെ ചെറിയ മാറ്റമുണ്ട്. അത് ജീവനുള്ള മീനിനെ മാത്രം കഴിക്കുള്ളൂ. വെള്ളത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് മീനിനെ എടുത്തിട്ട്, അല്ലേ? വെള്ളത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് മീനിനെ എടുത്തിട്ട് ഇവിടെയൊക്കെ കുറേ പറക്കുണ്ട്. എത്ര ആഴത്തിൽ വേണമെങ്കിലും അത് പോയിട്ട് മീനിനെ എടുത്തിട്ട് കഴിക്കും. ജീവനുള്ളത് മാത്രം കഴിക്കുള്ളൂ. കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ഉള്ള കാക്കയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പം ഞാനിപ്പോൾ അതിസാഹസികമായിട്ട് വള്ളത്തിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ? അയ്യോ, ഓഫ്, എന്ത് ലുക്കാണ് അവൻ. ഇതിന്റെ ഉള്ളില് ഫുൾ പരുന്താണ്.
അതല്ലേ വഴി? നമ്മൾ ഇതാണോ പോണേ? ഓ, നമ്മൾ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് പോവാണ് ഗൈസ്. ഞാനൊരു അതിസാഹസികമായ പണിക്ക് പോവാണ്. പാമ്പില്ലല്ലോ? ഉറപ്പല്ലേ? ഇത് മുങ്ങിയാലോ? അപ്പൊ ഇതെന്താ സാധനം? വണ്ടി കൊണ്ടുപോകുന്നുട്ടോ? ഫോട്ടോ എടുക്കാൻ വേണ്ടി മാറ്റും. ഫോട്ടോ എടുക്കാൻ വേണ്ടി മാറ്റണ്ട. ഞാനിപ്പോൾ വെള്ളത്തിലാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. വാ വണ്ടി വാ, വണ്ടി വാ. നിനക്ക് ഇറങ്ങണോ? This is nice, come. ഞാൻ ആദ്യം കേറട്ടെ. സോ ഷാദിനെ ഞങ്ങള് പോണിട്ട് ഞാൻ അവിടെ അങ്ങനെ നിക്കും, അനങ്ങൂല. ഷാഹിദിന്റെ ഷൂസ് എസ്തെറ്റിക്സ് ആണ് ഗൈസ്. ഉറപ്പല്ലേ? പ്രോമിസ്? അപ്പൊ കാടിന്റെ നടുവിൽ വന്നിട്ട് ഞാൻ മരത്തിൽ കയറാൻ പോവാ. പണ്ട് ഞാൻ മരം കയറാൻ പിടിക്കായിരുന്നു. ചേട്ടൻ കേൾക്കണം, ഞാൻ പണ്ട് നന്നായി മരം കയറുമായിരുന്നു. കല്യാണം കഴിച്ച ശേഷം മരം കയറുന്നത് ആദ്യമായിട്ട്. അയ്യോ, എന്റെ അമ്മായിമ്മ വേണ്ട പറയില്ലേ, മരം കയറിപ്പോയാണ് ഞാൻ കല്യാണം കഴിച്ചത്. പറ്റിയാ? ഹായ്, ഞാൻ എസ്തെറ്റിക്സിന് വേണ്ടി കയറിയതാണ്. അപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സാധാരണ എനിക്കെല്ലാം പേടിയുള്ളതാണ്. എനിക്ക് വെള്ളം മാത്രം പേടിയുള്ളൂ. എനിക്ക് മരത്തിൽ കയറാൻ ഒരു പേടിയില്ല എന്നുള്ളതിന്റെ പ്രൂഫാണിത്. വളഞ്ഞു. അപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ്. പക്ഷെ തിരിച്ചു വന്ന വഴിയല്ല. സോ ഇറ്റ്സ് ലിറ്ററലി 2 മണിക്കൂർ നമ്മൾ യാത്ര തന്നെയാണ്. ആൻഡ് ഞാനൊരു ഐഡിയ കണ്ടുപിടിച്ചു തട്ടാതിരിക്കാൻ. ഷായത് കുനിയണ കണ്ടോ? എനിക്ക് കുനിയേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ വഞ്ചിയിൽ താഴെ ഇരിക്കാൻ തുടങ്ങി. അയ്യോ, നമ്മൾ ചെറിയൊരു ആക്സിഡന്റിൽ പെട്ടു. ബട്ട് കുഴപ്പമില്ല. ബട്ട് ഇത് താഴെ ഇരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, കുറച്ചുകൂടി സേഫായിട്ടും എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കയാക്കിംഗ് ഉണ്ട്, പെഡൽ ബോട്ട് ഉണ്ട്, മറ്റേ കൊറേക്കളുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് പേഴ്സണലി ഇതാണ്, നല്ല രസമുണ്ട്. ഞാൻ കുറച്ച് സൺസ്ക്രീൻ തേക്കട്ടെ, വെയിൽ വന്നു. സോ രഘുചേട്ടൻ ഞങ്ങളെ മീൻ കാണാൻ കൊണ്ടുവന്നതാണ്. ഇതിൽ നമ്മളുടെ മീൻ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. കമോൺ. ഓ, അങ്ങനെ വിളിച്ചാ വരല്ലേ? കരിമീനാണല്ലേ? സിലോപ്പിയ. ഓ, അടിപൊളി. നിങ്ങൾ കാണുന്നുണ്ട് ഇതില്? ഇതിൽ കാണുന്നില്ല. അപ്പൊ ഇനി മുതൽ വണ്ടിന്റെ ഫുൾ കൺട്രോൾ എന്റെ കയ്യിൽ. നിങ്ങൾ എങ്ങനെയാ ഇതിൽ നിൽക്കുന്നത്? ഞാൻ നമ്മള് ഫുൾ തുഴയൽ മൂഡിലാണ്. ഇതിങ്ങനെ കുത്തിയിട്ട് ഇതിങ്ങനെ കുത്തിയിട്ട് നമ്മള് നല്ല ആരോഗ്യം വേണല്ലേ? അതായത് ഇത് ഇടിക്കും. ഞാൻ തോണിന്റെ മേലെ ഞാൻ ഓടിക്കുമ്പോ സൈഡിലേക്ക് മാത്രമേ പോയിട്ടുള്ളൂ. നമ്മള് കൊള്ളാം. പക്ഷെ ഒരു വഞ്ചി ഓടിക്കണമെന്ന് കുറച്ച് കാലമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് നടന്നു. ഞാൻ ആരാ പേടിയോ? എനിക്കൊന്ന്. നിങ്ങളൊക്കെ മൺട്രോ ഐലൻഡിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും കോണ്ടാക്ട് നമ്മുടെ സ്വന്തം രഘുചേട്ടൻ. രഘുചേട്ടൻ നമുക്ക് ഡ്രൈവിംഗ് പഠിപ്പിച്ചു തരും, വെള്ളത്തിൽ ഇറക്കി തരും, മരത്തിൽ കയറ്റി തരും. ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അപ്പോൾ അതിൽ വിളിച്ചാൽ മതി. ആൻഡ് ഐ തിങ്ക് നമ്മളുടെ ഈ ഇത് കഴിയാറായി.
സോ ലാസ്റ്റ് ഞാൻ ബാക്കി ഞാൻ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. കാരണം ദിസ് ഇസ് ബേസിക്കലി ഓൾമോസ്റ്റ് സെയിം തിങ്. ബട്ട് യാ, അയ്യോ ഇവിടെ ഇല്ല അല്ലേ, ഇവിടെ അല്ലേ ഞാനിപ്പോ വീണേനെ, ചെറുതായിട്ടൊന്ന് വീണേനെ. സോ നമ്മളെത്തി, നമ്മൾ ഇവിടെ നിന്നാണ് കയറിയത്, നമ്മൾ ഇറങ്ങാണ്. അങ്ങനെ നമ്മൾ ഇറങ്ങി. എനിക്ക് നല്ല ജലദോഷം വന്നു. ഇതാണ് നമ്മുടെ രഘുചേട്ടൻ. അപ്പോൾ നിങ്ങൾ മൺട്രോ ഐലൻഡിൽ എത്തുമ്പോൾ രഘുചേട്ടനെ വിളിക്കുക. ഞാൻ നമ്പർ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോവുകയാണ്, നേരെ തിരിച്ച് കൊല്ലം പോവുകയാണ്. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു. അപ്പോൾ അടുത്ത വരവിൽ കാണാം. നമ്മൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. കൊല്ലത്തേക്ക് പോകാൻ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുത്തിട്ട് സ്റ്റേഷനിൽ വെയിറ്റിംഗ് ആണ്. വണ്ടി എക്സാക്ട്ലി 9:13 വരും എന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. 9:06 which means 7 more minutes. Let's see. സാധനം ഒരു ഹാൻഡ് ട്രെയിൻ വന്നിരിക്കുന്നു. വന്നു ഹാപ്പി ഇതാ പോണം പറന്നു അതാ പോണം. ആയോ ഹാപ്പി അല്ലേ? No, ബൈ. because I'm starving. തകർന്ന രേഖ, ഇല്ലാതായ രേഖ, ട്രിപ്പും എടുത്ത് പോകാൻ വേണ്ടിയായ രേഖ. എനിക്ക് വിശപ്പ് ഉറക്കും മാത്രമാണ്, പക്ഷെ അത് രണ്ടും അത് നമ്മളിപ്പോൾ ശരിയാക്കുന്നതാണ്. നമുക്ക് 2 സ്റ്റോപ്പിൽ വർക്കലെത്തും. അങ്ങനെ അവസാനമില്ലാതെ അല്ലേ രേന? വർക്കൽ